എന്തിനാണത് വന്നിരിക്കണത്? അതാണ് വഴിയെന്ന് പറയണത്. അതിന് യാക്കോബ് ജ്ഞാനമെന്നാണ് പറയണത്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരുന്ന പരീക്ഷണങ്ങൾ, അതാണ് പത്രോസ് പറഞ്ഞിരിക്കുന്നത്. പരീക്ഷണങ്ങളുടെ ഉദ്ദേശമെന്ന് പറയണത് നിങ്ങൾക്ക് സ്ഥിരത ഉണ്ടാകാൻ വേണ്ടിയാണ്. ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് അങ്ങനെ സംഭവിച്ചല്ലോ, ഉടമ്പടി എടുത്തിട്ട് ഞാൻ തോറ്റുപോയല്ലോ, ഉടമ്പടി എടുത്തിട്ട് എൻ്റെ മൊഡ്യൂൾ പോയല്ലോ, പിന്നെ ഞാൻ തോറ്റുപോയല്ലോ, ഉടമ്പടി എടുത്തിട്ട് ആ കല്യാണം വന്നത് പോയല്ലോ, ഉടമ്പടി എടുത്തിട്ട് എനിക്ക് അപകടം വന്നല്ലോ, ഇങ്ങനെ എടുത്തിട്ടും സംഭവിച്ചല്ലോ എന്ന് പറയുമ്പോഴേ എൻ്റെ ദൈവത്തെ നിങ്ങൾ പ്രിലിമിനറി ഫെയ്ത്തിലാണ് ഇപ്പോഴും. നിങ്ങൾ സ്ഥിരതയുള്ള വിശ്വാസത്തിലല്ല. ദൈവം നിങ്ങളെ വിശ്വസിക്കണ വിശ്വാസത്തിലല്ല, നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്ന വിശ്വാസത്തിലാണ്, ജ്ഞാനപരത്തിലല്ല. പരീക്ഷണത്തിൻ്റെ ഉദ്ദേശം എന്താണ്? നിങ്ങളെ സ്ഥിരതയുള്ളവരാക്കാനാണെന്ന്. അതുകൊണ്ടാണ് 2 പത്രോസിൻ്റെ 1:19 3:18 വായിച്ചത്. നിങ്ങളെ പരീക്ഷിക്കണത് നിങ്ങൾക്ക് സ്ഥിരത ഉണ്ടാകാൻ വേണ്ടിയാണ്. ഈ സ്ഥിരതയെക്കുറിച്ചാണ് പൂർണ്ണതയെന്ന് നമ്മൾ നേരത്തെ വായിച്ചത്, കർത്താവിൻ്റെ പുസ്തകത്തിൽ യാക്കോബ് 1:3 വായിച്ചത്. ആ പൂർണ്ണത തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ യാക്കോബ് 1:5 ജ്ഞാനമെന്ന് പറയണത്. ആ ജ്ഞാനം തന്നെയാണ് സങ്കീർത്തനം 107:3 കർത്താവിൻ്റെ വഴികളെന്ന് പറയണത്. എൻ്റെ ദൈവ പൈതലേ, ആധ്യാത്മികമായി യാത്ര 1 by 1 ആയിട്ടൊരു ദൈവത്തിലേക്കുള്ള വളർച്ചയാണ്. ഈ വളർച്ചയെന്ന് പറയണത്, ഈ ഗ്രോത്ത് എന്ന് പറയണത്, ഉടമ്പടി ഒരു ഗ്രോത്ത് റിട്രീറ്റിനേക്കാളും വരദാനങ്ങളുടെ ധ്യാനത്തെക്കാളും അതുപോലെ തന്നെ തപസ് ധ്യാനത്തെക്കാളും ആന്തരിക സൗഖ്യ ധ്യാനത്തെക്കാളും പ്രാർത്ഥനാനുഭവ ധ്യാനത്തെക്കാളും ഉന്നതമായ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ.